നമസ്കാരം. ഈ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനെതിരെ രൂക്ഷമായിട്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ ഒരു പോസ്റ്റ് ഇട്ടു. EMSൻ്റെ വിരലടയാളം പതിഞ്ഞ പഴയ ഒരു തോക്കുണ്ടാവും AKG സെൻറ്ററിൻ്റെ മച്ചുംപുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദനത്തോപ്പിൽ കൂലി കിട്ടി ചോദിച്ച തൊഴിലാളിയെ വെടിവെച്ച് വീഴ്ത്തിയ തോക്ക്, അത് തേടിപ്പിടിച്ച് ഈ പാവങ്ങളെ വെടിവെച്ച് വീഴ്ത്തു സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. പിണറായി വിജയൻ്റെ നവകേരളത്തിന് കുരുതി ഈ പാവമാശമാരുടെ ചോര കൊണ്ടാവട്ടെ ഒന്നുറപ്പ്. പകലന്തിയോളം പണിയെടുക്കുന്നവരുടെ സമരത്തെ കൊഞ്ഞനം കുത്തുന്നവർക്ക് വേണ്ടി കാലം ഒരു നെരുപ്പോടുകൂടി ഒരുക്കുന്നുണ്ട് എന്നുള്ളതും അതിൽ ബന്ധുവെണ്ണീറാവാൻ മാത്രമേ വരൂ ഇവരുടെ PR പെരും നുണകൾ. ക്യൂട്ട്നെസ്സുള്ള PR വർക്കാണ് സാറേ ഇവരുടെ മെയിൻ എന്നാണ് ഷിബു മീരാൻ്റെ കുറ്റപ്പെടുത്തലും ആ പോസ്റ്റിൽ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇങ്ങനെ മീരാൻ്റെ പ്രതികരണം. അത് വളരെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനത് ഒരു വീഡിയോ ആക്കിയത്. ക്യൂട്ട്നെസ്സുള്ള PR വർക്കാണ് സാറേ ഇവരുടെ മെയിൻ. എനിക്ക് ഉപ്പുമാവ് വേണ്ട, ബിരിയാണിയും ചിക്കനും വേണം, ഇങ്ങനെ പറയുന്ന അംഗനവാടിയിലെ ഒരു കുഞ്ഞിൻ്റെ ക്യൂട്ട് വീഡിയോ മാസങ്ങൾക്ക് മുൻപ് വൈറലായിരുന്നു കേരളത്തിൽ. വീഡിയോ കണ്ടതോടെ ഇതിലൊരു PR സാധ്യത കണ്ട ആരോഗ്യമന്ത്രി 2 ലോഡ് ക്യൂട്ട്നെസ് വാരി വിതറി അമ്മ മനസ്സോടുകൂടി ചാടി വീണു. ഉപ്പുമാവ് മാറ്റി ബിർണാണി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു. ബിരിയാണിയാണ് കേട്ടോ, അത് ബിർണാണി എന്ന് കുട്ടികൾ പറയുന്നതാണ്. ഇത്രമാത്രം കരുതലുള്ള കേരള ആരോഗ്യമന്ത്രി ആശമാരുടെ ജീവിത സമരത്തെ അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന ചോദ്യം കൗതുകകരമാണ്. ഏത് പ്രശ്നത്തെയും PR സാധ്യതയുടെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കി അവിടെ ഒരു ടീച്ചറമ്മ ട്യൂബിന് സാധ്യതയുണ്ടെങ്കിലോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഇടപെടുന്നു. അത്തരമൊരു സാധ്യത തേടിയാണ് യഥാർത്ഥ ഉദ്ദേശം ക്യൂബൻ പ്രതിനിധികളെ കാണലായിരുന്നുവെങ്കിലും അത് മറച്ചുവെച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് പോകുന്നത് എന്നുള്ള ഒരു പ്രതീതി അവർ ബോധപൂർവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാതെ ഇനി കഴിയില്ല എന്നൊരവസ്ഥ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോൾ നടക്കുന്ന സമരവും കേരള MP-മാരുടെ ശക്തമായിട്ടുള്ള ഇടപെടലും മറികടക്കാനാവാത്ത സമ്മർദ്ദം അത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പറഞ്ഞ വാക്ക് വിഴുങ്ങുന്ന BJPയുടെ പതിവ് രീതി ഇനി നടപ്പില്ല എന്ന് പറയട്ടെ. അധികം വൈകാതെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ക്രെഡിറ്റ് പോരുന്നെങ്കിൽ പോരട്ടെ എന്ന് കണ്ടു തന്നെയാണ് വീണ ജോർജ് ഈ പടപ്പുറപ്പാട് നടത്തിയത്. അപ്പോയിൻമെൻറ്റ് വിവാദത്തിൽ പക്ഷേ അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജാള്യതയാണ് അവർ മാധ്യമങ്ങളെ പരിഹസിച്ച് തീർക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്യൂബ കേരളം അത് മറ്റൊരു PR സാധ്യതയാണ്. കുറേ നാളായി, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കോവിഡ് കാലം മുതൽ അതും ഓടിക്കുന്നുണ്ട്. കോവിഡിന് വാക്സിൻ, ക്യാൻസറിന് വാക്സിൻ ഫാക്ടറി, ഇങ്ങനെ കുറേ തള്ളിമറിച്ചു. അപ്പോൾ ഇതൊന്നും നടപ്പില്ല എന്ന് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം. അറബിക്കഥയിലെ ക്യൂബോ മുകുന്ദനോട് കരുണൻ പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, അതിനൊന്നുമുള്ള വകുപ്പ് അവിടെ ഇല്ല ചങ്ങായിമാരെ. അതിന് തെളിവ് അടുത്തിടെ ക്യൂബ സന്ദർശിച്ച യുവ വനിതാ നേതാവിൻ്റെ വീഡിയോ ആണ്. അതായത് ഈ അവിടുത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തേക്കാൾ 100 മടങ്ങ് ഭേദമാണ് നമ്മുടെ വൈറ്റ്ല ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. അതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ആശമാരുമായി നടത്തിയ ചർച്ചയിലും ഒരു കരുതൽ നാടകത്തിൻ്റെ സാധ്യത തേടുന്നുണ്ട് മന്ത്രി. നിങ്ങൾ വെയിലേ കൊള്ളരുത്, മഴ നനയരുത്, തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്, കുളി കഴിഞ്ഞ് നന്നായി തലതോർത്തണം. അപ്പോൾ ഇതൊക്കെ പറയുന്ന അതേ ശ്വാസത്തിൽ സമരം നിർത്താനും പറയും. ഒരു തൊഴിൽ സമരത്തിൻ്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സമരം നിർത്തിയാൽ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് പറയുന്നത് ഏതെങ്കിലും കരിങ്കാലി ബൂർഷ മുതലാളിയല്ല എന്നുള്ളത് കൂടി ഓർക്കുക. കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയിലാണ് ആ പാവങ്ങളുടെ ജീവിത സമരത്തിന് നേരെ പാർട്ടി സെക്രട്ടറിയും വിജയരാഘവനും ചാനൽ ചർച്ചയിലെ ക്യാപ്സൂൾ സഖാക്കളുമൊക്കെ ചൊരിയുന്ന അധിക്ഷേപ വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോഴും ആശമാരുടെ സമരത്തിന് ലഭിക്കുന്ന പിന്തുണയും വീറും വർദ്ധിക്കുന്നതേയുള്ളൂ, കുറയുന്നില്ല എന്നുള്ളതാണ്. ഇനിയൊരു മാർഗമേ ഉള്ളൂ CPM-ന് മുന്നിൽ. അതായത് EMSൻ്റെ വിരലടയാളം പതിഞ്ഞ പഴയ ഒരു തോക്കുണ്ടാവും അങ്ങ് AKG സെൻറ്ററിൻ്റെ മച്ചുംപുറത്ത്. ചന്ദനത്തോപ്പിൽ കൂലി കൂട്ടി ചോദിച്ച തൊഴിലാളിയെ വെടിവെച്ച് വീഴ്ത്തിയ തോക്ക്, അത് തേടിപ്പിടിച്ച് ഈ പാവങ്ങളെ കൂടി വെടിവെച്ച് വീഴ്ത്തു സഖാക്കളെ എന്ന് പറയാനല്ലാതെ മറ്റെന്തു പറയുവാൻ. അപ്പോൾ പിണറായി വിജയൻ്റെ നവകേരളത്തിന് കുരുതി ഈ പാവം ആശമാരുടെ ചോര കൊണ്ടാവട്ടെ
ഒന്നുറപ്പാണ്, ഈ പകലന്തിയോളം പണിയെടുക്കുന്നവരുടെ സമരത്തെ കൊഞ്ഞനം കുത്തുന്നവർക്ക് വേണ്ടി കാലം ഒരു നെരിപ്പോടൊരുക്കുന്നുണ്ട്. അതിൽ വെന്ത് വെണ്ണീറാവാൻ മാത്രമേ വരൂ ഇതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവരുടെ PR പെരുന്നുണകൾ അതിനുള്ളതാണ്. അതാണ് ഈ അഡ്വക്കേറ്റ് ഷിബു മീരാൻ കുറിച്ച് വെക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. ഇതിത്രയും പറയുമ്പോൾ ആശാവർക്കർമാരുടെ സമരം എത്രത്തോളം വ്യാപിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് സർക്കാരിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. പക്ഷേ ഇവിടെ പ്രതിസന്ധിയൊന്നുമില്ല. ആശാവർക്കർമാർ അവരുടെ സമരം നടത്തട്ടെ, ഞങ്ങളുടെ ഭരണം നടത്തും എന്നുള്ള രീതിയിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സർക്കാരും മുന്നോട്ട് പോകുമ്പോൾ ആശാവർക്കർമാർ മഴയും വെയിലും കൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ കരഞ്ഞു തളർന്നുറങ്ങുന്നു. അവരുടെ വേദനകൾ അറിയുവാൻ, അവരുടെ നൊമ്പരം മനസ്സിലാക്കുവാൻ, അതിനുള്ള ഒരു കൈത്താങ്ങ് വാങ്ങുവാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാരെ ഇത് ഗതികേടാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി ഊറ്റം കൊള്ളുന്ന നിങ്ങൾക്ക് ഈ തൊഴിലാളികളോട് നിങ്ങൾ കാണിക്കുന്ന ഈ ക്രൂരതയുണ്ടല്ലോ, ഇത് നിങ്ങളുടെ ശവമടക്കിനുള്ള തുടക്കമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.